ഗവൺമെൻറ് ഷെഡ്യൂൾ കാസ്റ്റ് ഷെഡ്യൂൾ ട്രൈബിന് കൊടുക്കുന്ന ഒരു പടമെടുക്കാൻ കൊടുക്കുന്ന തുക 1.5 കോടി രൂപയാണ്. ഇത് ഞാൻ ഒരിക്കൽ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ അടുത്ത് ഞാൻ പറഞ്ഞു, ഇത് കറപ്ഷൻ ഉണ്ടാക്കാനുള്ളൊരു വഴി ഉണ്ടാക്കുകയാണ് ഗവൺമെൻറ്. ഒരു സ്ത്രീ ആയിരുന്നതുകൊണ്ട് മാത്രം സിനിമ എടുപ്പിക്കാൻ പണം കൊടുക്കരുത്. ഈ സ്ത്രീ ആയാലും അവർക്കും കൊടുക്കണം ഈ പരിശീലനം. ഇന്നലെ സിനിമാ കോൺക്ലേവിൽ അടൂർ ഗോപാലകൃഷ്ണൻ നടത്തിയ ഈ പ്രസംഗമാണ് വിവാദങ്ങളുടെ കൊടിയേറ്റമായത്. രാഷ്ട്രീയ സിനിമാ മേഖലയിൽ നിന്ന് അടൂരിന് എതിർപ്പും പിന്തുണയുമുണ്ട്. രൂക്ഷമായ വിമർശനവുമായി മന്ത്രി ആർ ബിന്ദുവും കെ രാധാകൃഷ്ണനും അടൂരിന് മുഖാമുഖമായി അണിനിരന്നു. ഈ ധനസഹായം കൊണ്ട് ആവിഷ്കരിക്കപ്പെട്ട സിനിമകൾ ഒന്ന് കണ്ടതിന് ശേഷം അദ്ദേഹം അഭിപ്രായം പറയണമായിരുന്നു എന്നാണ്. എല്ലാം ഒന്നിനൊന്ന് മികച്ചതായിരുന്നു എന്നുള്ള അഭിപ്രായമാണ് എനിക്ക് പറയാനുള്ളത്. പഴയ ഫ്യൂഡൽ വ്യവസ്ഥകളെ പുനഃസ്ഥാപിക്കാൻ വേണ്ടിയുള്ള വലിയ പരിശ്രമമാണ് നടക്കുന്നത്. അങ്ങനെ പുനഃസ്ഥാപിക്കാൻ ശ്രമിക്കുന്നവർക്ക് അവരുടെ കുന്തമുനയ്ക്ക് മൂർച്ച കൂട്ടിക്കൊടുക്കുന്ന ഒരു സമീപനമാണ് അടൂർ ഗോപാലകൃഷ്ണനെ പോലെയുള്ള പ്രശസ്തരായിട്ടുള്ള സംവിധായകർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. പരാമർശം ഒഴിവാക്കേണ്ടിയിരുന്നു എന്ന അഭിപ്രായമാണ് പ്രതിപക്ഷത്തിന്. പുരുഷ മേധാവിത്വ സൊസൈറ്റിയിലും ഒരു സവർണ മേധാവിത്വത്തിലും പറയുന്ന വാക്കുകൾ അദ്ദേഹത്തെ പോലെ പരിണതപ്രജ്ഞനായ ഒരു സിനിമ ചലച്ചിത്രകാരൻ അത് പറയരുതായിരുന്നു എന്നാണ് എന്റെ അഭിപ്രായം. അതേസമയം മന്ത്രി വി എൻ വാസവൻ അടൂരിനെതിരായ വിമർശനങ്ങൾക്ക് പ്രതിരോധ മതിൽ തീർത്തു. ആദരണീയനായ അടൂർ ഗോപാലകൃഷ്ണൻ മറ്റേതെങ്കിലും ദുരുദ്ദേശത്തോടു കൂടി പറഞ്ഞതായി ഞാൻ കണക്കാക്കുന്നില്ല. അദ്ദേഹം ഈ രൂപത്തിൽ പറഞ്ഞത് വ്യത്യസ്തമായ ഒരു രൂപത്തിൽ നിന്നുകൊണ്ട് തിരിച്ചുവിട്ടതാണോ എന്ന് ഞാൻ സംശയിക്കുന്നു. അടൂർ ഗോപാലകൃഷ്ണൻ ഫ്യൂഡൽ സംസ്കാരത്തിന്റെ വിധേയനെന്നാണ് ദളിത് സംഘടനകളുടെ നിലപാട്. പരാമർശം പട്ടികജാതി പട്ടികവർഗ അതിക്രമ നിരോധന നിയമത്തിന്റെ പരിധിയിൽ വരുമെന്ന് ചൂണ്ടിക്കാട്ടി അടൂരിനെതിരെ പോലീസിലും പരാതി നൽകി. സാമൂഹ്യ പ്രവർത്തകൻ ദിനുവയിലാണ് തിരുവനന്തപുരം മ്യൂസിയം പോലീസിൽ പരാതി നൽകിയത്. പിന്നാക്ക വിഭാഗക്കാരെ അഴിമതിക്കാരെന്ന് ചിത്രീകരിക്കുക വഴി പൊതുസമൂഹത്തിൽ അനിഷ്ടമുണ്ടാക്കിയെന്ന് പരാതിയിൽ പറയുന്നു. ഈ ഒരു വിഭാഗം അഴിമതി നടത്താൻ സാധ്യതയുള്ള മനുഷ്യരാണെന്ന് നേരത്തെ മുൻകൂട്ടി അദ്ദേഹം തീരുമാനിച്ചു വെച്ചിരിക്കുകയാണ്. അത് ജാതീയമായൊരു ബോധത്തിൽ നിന്ന് തന്നെയാണ് ഉണ്ടാവുന്നത് എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. എന്നാൽ വിമർശകർ നിഴൽക്കുത്ത് നടത്തുകയാണെന്നാണ് അടൂരിന്റെ നിലപാട്. വിവാദങ്ങളുടെ കഥാപുരുഷനായി തന്നെ ചിത്രീകരിക്കുന്നതിൽ കടുത്ത അതൃപ്തിയിലാണ് അടൂർ ഗോപാലകൃഷ്ണൻ. യാതൊരു മുൻപരിചയമില്ലാതെ ആദ്യമായിട്ട് സിനിമ എടുക്കുന്നവർക്കാണ് കൊടുക്കുന്നത്. പടമെടുത്ത ആളുകൾ ഇവിടെ വന്ന് എന്നോടൊക്കെ സംസാരിച്ചിട്ടുണ്ട്. അവിടെ പടങ്ങൾ ഞാൻ കണ്ടിട്ടുണ്ട്. അതുകൊണ്ട് പലപ്പോഴും അവർക്ക് ഇങ്ങനെ ഒരു ഓറിയന്റേഷൻ കിട്ടാത്തതിൻ്റെ കുറവ് അതിൽ കാണാനുണ്ട്. അതുകൊണ്ടാണ് പറഞ്ഞത്. അതിനെ എങ്ങനെ ഇന്റർപ്രറ്റ് ചെയ്ത് അവരെ അധിക്ഷേപിച്ചു എന്നൊക്കെ പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താ എനിക്ക് മനസ്സിലാവുന്നില്ല. ഏതായാലും പ്രസംഗത്തിലെ പരാമർശങ്ങൾ പിൻവലിക്കാത്തിടത്തോളം വിവാദങ്ങളുടെ എലിപ്പത്തായത്തിൽ തന്നെയാണ് അടൂർ ഗോപാലകൃഷ്ണൻ. ആർ അനന്തകൃഷ്ണൻ, മാതൃഭൂമി ന്യൂസ്, തിരുവനന്തപുരം.